BDJs NDA വിട്ടേക്കുമെന്ന സൂചന നൽകി വെള്ളാപ്പള്ളി നടേശൻ തിരഞ്ഞെടുപ്പിൽ അവഗണന മാത്രമാണ് ഉണ്ടായതെന്നും കൂടെ നടന്ന് ചെരുപ്പ് തേഞ്ഞത് മാത്രം മിച്ചമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടെന്ന് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. BDJsകാരായി നിന്ന് ആളുകൾ എവിടെ നിന്നോ അവിടെ സവർണ്ണ വോട്ട് ചെയ്യുന്നില്ല. അതെന്താണെന്ന് അവർ പഠിച്ചോളണം. 10 കൊല്ലം കൂടെ നടന്നു. BDJs എന്ത് കൊടുത്തു? ഈ നടന്ന് കാല് തേഞ്ഞതല്ല അവർക്ക് എന്നെ കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് എല്ലാവർക്കും സ്ഥാനവും MLA MP കോർപ്പറേഷനൊക്കെ കൊടുക്കുമ്പോൾ ഈ BJPയുടെ കുറേ 10 കൊല്ലം നടന്ന BDJs എന്ത് കിട്ടിയെന്ന് അവരാലോചിക്കട്ടെ. അതൊക്കെ അവർ ചിന്തിച്ചോളൂ. ഞാൻ BDJsകാരല്ല. കാരണം രണ്ട് അഭിപ്രായമുണ്ട്. ഇടതുപക്ഷത്തിലേക്ക് പോകണമെന്ന് അഭിപ്രായമുള്ളൊരു വിഭാഗങ്ങളുണ്ട്, ഉണ്ട്. അതല്ലേ നിൽക്കണോട്ട് തന്നെ നിൽക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ അവർ പുറത്ത് ആലോചിക്കട്ടെ. അതൊക്കെ അതിലൊന്നും ഞാൻ കൂടുതലായിട്ട് ഇടപെടത്തില്ല. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവും അതേസമയം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടരുകയാണ്. തന്നെ മുസ്ലിം വിരോധിയായി കണ്ട് വേട്ടയാടുന്നുവെന്നും മതവിദ്വേഷം പടർത്തുന്ന കേരളത്തിലെ ഏക പാർട്ടിയാണ് ലീഗ് എന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. അതേസമയം പരാമർശങ്ങളിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ടതാണ് ലീഗിന്റെ നിലപാട്. ഞങ്ങൾ ഗുരുവിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എനിക്ക് ഇതുവരെ ജാതി ചിന്ത എൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പക്ഷേ ജാതി വിവേചനം ഉണ്ടാകുമ്പോൾ ആ വിവേചനം ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ കൊണ്ടിരിക്കുന്നു ലീഗുകാർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവർ? മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത 5-ാം മന്ത്രി കൂടെ എടുത്ത കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ജനാധിപത്യത്തിൽ? അപ്പം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യം കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങൾ എത്രത്തോളമുണ്ട് നമുക്ക് പരിശോധിക്കാം. എന്നോടൊപ്പം EV ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, ഈ ആദ്യത്തെ BDJസുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം പരിശോധിച്ച് കഴിഞ്ഞാൽ, കാരണം BDJs NDAയുടെ ഭാഗമായിട്ട് അതിനുശേഷം എത്രയോ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷം BDJസിന് എന്താണ് കിട്ടിയത്, പൊളിറ്റിക്കലി എന്ത് നേട്ടമുണ്ടായെന്ന ചോദ്യം. ഇപ്പോൾ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പാണ്, ഏറ്റവും താഴെ തട്ടിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എന്തുകൊണ്ടാണ് BDJസിന് വിലപിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്? BDJസിൻ്റെ ഒരു കഴിഞ്ഞ 10 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ BDJs എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ അവർ 2 തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തുന്നു. അങ്ങനെയാണ് നോക്കിയാൽ തന്നെ 6 തെരഞ്ഞെടുപ്പുകൾ അവർ അതിജീവിച്ച് കഴിഞ്ഞു. അപ്പോൾ 10 വർഷം കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കിയാൽ അതിനൊരു ചിത്രം പിടി കിട്ടും. 300 സീറ്റുകളിൽ മത്സരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അവർ ആകെ ജയിച്ചത് 5 സീറ്റുകളിലാണ്. ആലപ്പുഴയിൽ 5 സീറ്റുകളിലാണ് ജയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 4 സീറ്റിൽ മത്സരിച്ചു, തോറ്റു. കൊച്ചി കോർപ്പറേഷനിൽ 13 സീറ്റിൽ മത്സരിച്ചു, സിറ്റിംഗ് സീറ്റ് 1 ഉണ്ടായിരുന്നു, അതുൾപ്പെടെ തോറ്റു. കോഴിക്കോട് കോർപ്പറേഷനിൽ 1 സ്ഥലത്ത് മത്സരിച്ചു, തോറ്റു. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ 1 സീറ്റ് BDJs ഉണ്ടായിരുന്നു, അത് BJP ഇത്തവണ വാങ്ങി, BJP മനോഹരമായി തോറ്റു. ഇവിടെ കോടന്തുരുത്ത് ആലപ്പുഴയിൽ NDAക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ്, പക്ഷേ BJP അവരെ കാര്യമായി അവിടെ കൺസിഡർ ചെയ്തില്ല. ഇതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നതാണ് അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി. എന്തായിരിക്കാം BDJസിൻ്റെ അങ്ങനെയെങ്കിൽ ഭാവി? ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ഇടതുപക്ഷത്തേക്ക് പോകണമെന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. നടന്ന് ചെരുപ്പ് തേഞ്ഞത് മാത്രമാണ് മിച്ചമെന്നുള്ളത്. പക്ഷേ BJPയെ സംബന്ധിച്ച് BDJs എന്ന് പറയുന്ന ഒരു പാർട്ടി അവർക്കൊപ്പം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏതൊക്കെ രീതിയിൽ അവർക്ക് ബെർത്തുകൾ ഉറപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ബെർത്തൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എനിക്കൊന്ന് നമ്മുടെ ഏതൊരു കോർപ്പറേഷൻ്റെ മറ്റോ ചെറിയൊരു പരിഗണനയ്ക്ക് അപ്പുറത്തേക്ക് വേറെ കാര്യമായിട്ട് എന്തെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സഹിതമുള്ള സമിതികളിൽ പോലും കിട്ടുമെന്നറിയില്ല. അപ്പോൾ ഇനി BDJസിൻ്റെ ഭാവി എന്താണ്? ഇനി വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 3-4 മാസം കഴിയുമ്പോൾ BDJs ഇടത്തേക്ക് ചായുമോ അതല്ല ഇവിടെ ഉറച്ചു നിൽക്കുമോ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളർച്ച വേണമല്ലോ. വളർച്ച വേണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് BDJസിന് ഒരു മുന്നണി മാറ്റം അനിവാര്യമാണ്. കാരണം എന്നാൽ മാത്രമേ BDJs എന്ന പ്രസ്ഥാനത്തിന് ഇനി വളർച്ചയുള്ളൂ. അല്ലാതെ അവർ പറയുന്ന പല കാരണങ്ങൾ, സവർണ്ണ വോട്ടുകൾ കിട്ടുന്നില്ല, മതേതര വോട്ടുകൾ കിട്ടുന്നില്ല തുടങ്ങിയ പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഒരു മുന്നണി മാറ്റത്തിലൂടെ അതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിൽ മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അത് മതാധിഷ്ഠിത പാർട്ടിയാണ്, തർക്കമില്ലല്ലോ. പക്ഷേ
അതൊരു മതേതര മുന്നണിയുടെ ഭാഗമായാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിനൊരു മതേതര പ്രതിച്ഛായ വരുന്നു. അപ്പോൾ ഏണി എന്ന അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ക്ഷീണമുണ്ടാകുമോ? അതെ, ഉണ്ടാകുമോ? അല്ല, ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഏണി എന്ന ചിഹ്നത്തിൽ മതേതര വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നതിൽ തടസ്സമില്ലല്ലോ. ഇല്ല. BDJS എന്ന് പറഞ്ഞ ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി അവരൊരു മതേതര മുന്നണിയുടെ ഭാഗമായി വരുമ്പോൾ ആ ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നതിന് സവർണനോ അവർണനോ മതേതര വോട്ടർമാർക്കോ യാതൊരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. അത്തരമൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോയാൽ ഇവർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും. അതായിരിക്കും സംഘടനാപരമായും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇനി വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധം, BJPയുമായുള്ള മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഇതൊക്കെ തുടങ്ങുമ്പോൾ എങ്ങനെ BDJSന് മുന്നോട്ട് പോകാൻ കഴിയും എന്നറിയാം. ഒരു കാര്യം കൂടി, ഈ വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് ഇങ്ങനെ ലീഗിനെ ഇങ്ങനെ കടന്നാക്രമിച്ച് വിഷം വമിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾക്ക് തുല്യമായ രീതിയിലേക്ക് ഇപ്പോഴും ഇങ്ങനെ പ്രസ്താവനകൾ തുടരുന്നത്? പ്രജീഷിന് എന്താണ് തോന്നുന്നത്? ആരെ പ്രീണിപ്പിക്കാനാണെന്ന് എനിക്കറിയില്ല. എന്തൊരു പ്രീണനം ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി വീണ്ടും അദ്ദേഹം നേരത്തെ തുടങ്ങിയ രാഷ്ട്രീയ ദൗത്യം ഇപ്പോഴും നിർവഹിക്കുന്നു എന്നാണ് എൻ്റെ തോന്നൽ. കാരണം വെള്ളാപ്പള്ളിയെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളിയെ എല്ലാവരും ആക്രമിക്കുമ്പോഴും വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ കുത്തൊഴുക്കലും ചിലയിടങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ അതായത് ഈ പറയുന്നത് ഈ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചതും കാറി കയറ്റിയതും വലിയ തിരിച്ചടിയായി എന്ന് ഒരു വലിയ വിഭാഗം പറയുമ്പോഴും ചിലയിടങ്ങളിൽ അങ്ങനെയുണ്ടെങ്കിൽ LDFന് അനുകൂലമായി ഉറപ്പായുണ്ട്. അതായത് വെള്ളാപ്പള്ളിയെ ഇടതുപക്ഷം ചേർത്ത് നിർത്തിയതിന്റെ ഗുണം ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആലപ്പുഴയിൽ വലിയ കുത്തൊഴുക്ക് പാർട്ടിക്ക് സംഭവിക്കുമായിരുന്നു, തിരുവനന്തപുരത്തെ ഗ്രാമീണ മേഖലയിൽ സംഭവിക്കുമായിരുന്നു, തൃശ്ശൂരിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഗ്രാമീണ മേഖലയിൽ ഈഴവ ബെൽറ്റുകളിൽ നമ്മൾ ജാതീയ കണക്കുകൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഈഴവ ബെൽറ്റുകളിൽ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനോ ആ വോട്ടുകൾ, അതായത് വലിയൊരു കുത്തൊഴുക്ക് CPMൽ നിന്ന് പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ വലിയൊരു കുത്തൊഴുക്ക് സംഭവിക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വെള്ളാപ്പള്ളിയെ CPMന് ആവശ്യമായിരുന്നു. ആ ദൗത്യം ഇപ്പോൾ വെള്ളാപ്പള്ളി CPMനും ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വരെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും അത് തുടരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അതാണ് വെള്ളാപ്പള്ളിയുടെ 2 പ്രതികരണങ്ങളിലെയും വിലയിരുത്തൽ ഇതായിരുന്നു.